നമ്മുടെ സ്വന്തം കൊല്ലത്തെ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപൂർവ നിധിയെപ്പറ്റി അറിയാമോ? കൽപ്പാക്കത്തെ ആണവ വൈദ്യുതി നിലയത്തിൽ പ്രവർത്തനം തുടങ്ങിയ 500 മെഗാവാട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ തോറിയം ഇന്ധനമാക്കുമ്പോൾ കൊല്ലം തീരമേഖല വീണ്ടും രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. തോറിയം അടക്കമുള്ള അപൂർവ ധാതുക്കൾ കൂടുതലുള്ള കരിമണൽ നിക്ഷേപത്തിന്റെ കേന്ദ്രമാണ് നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള തീരപ്രദേശം. സുനാമിക്ക് ശേഷം കടലിലെ ഒഴുക്കിലുണ്ടായ മാറ്റത്തിന്റെ ഫലമായി തീരമേഖലയിലെ ധാതു നിക്ഷേപം ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഭാഗത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KMML തോറിയം വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ തേടി ആഗോള ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. കേന്ദ്ര സ്ഥാപനമായ ഇന്ത്യൻ റെയർ എർത്ത് പരിമിതമായ തോതിൽ ഇത് വേർതിരിച്ചെടുക്കുന്നുണ്ട്. കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മോണോസൈറ്റ് സംസ്കരിക്കുമ്പോഴാണ് തോറിയം ലഭിക്കുന്നത്. 1 ടൺ കരിമണലിൽ 0.6% തോറിയം ഉണ്ടെന്നാണ് KMMLന്റെ കണക്ക്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KML എന്നിവ മാത്രമാണ് നിലവിൽ ധാതുശേഖരണം നടത്തുന്നത്. കരിമണലിൽ നിന്ന് ഇൽമനൈറ്റ്, റൂട്ടൈൽ സിൽമനൈറ്റ്, സിർക്കോൺ തുടങ്ങിയ ധാതുക്കൾ KMML വേർതിരിച്ചെടുക്കുന്നു. ഇൽമനൈറ്റിൽ നിന്ന് പെയിന്റ് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റാണ് പ്രധാനമായും നിർമ്മിക്കുന്നത്. IRE മോണോസൈറ്റിൽ നിന്ന് റെയർ എർത്ത് വേർതിരിച്ച് വിവിധ വ്യവസായ സംരംഭങ്ങൾക്ക് കൈമാറുന്നുണ്ട്. 1.5 ലക്ഷത്തോളം ടൺ മണൽ ഫാക്ടറിക്ക് സമീപം ഭീമൻ കുഴികളെടുത്ത് KMML സംഭരിക്കുന്നു. ഇത് സംസ്കരിച്ച് ലഭിക്കുന്ന മോണോസൈറ്റിൽ നിന്ന് 40% തോറിയം ലഭിക്കും. ഇത്തരത്തിൽ 6000 ടൺ അസംസ്കൃത തോറിയം വേർതിരിക്കാനുള്ള മണൽ KMMLന്റെ പക്കലുണ്ട്. അതിൽ നിന്ന് 3000 ടൺ ശുദ്ധ തോറിയം ലഭിക്കും. KMML പ്രതിദിനം 5 മുതൽ 10 ടൺ മോണോസൈറ്റ് മണൽ വേർതിരിക്കുന്നു. ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് പുറമെ പ്രതിരോധം, ബഹിരാകാശ പര്യവേഷണം, വ്യോമയാനം എന്നീ മേഖലകളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും മോട്ടോറുകളുടെ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനും മോണോസൈറ്റിൽ നിന്ന് വേർതിരിക്കുന്ന ധാതുക്കൾ ഉപയോഗിക്കുന്നു.